വെൽക്കം ബാക്ക് ടു ദേവൂസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബീഫ് പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ബീഫ് ചെറുതായി കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇടാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അരമുറി നാരങ്ങാനീര്, കുറച്ച് ഉപ്പും ചേർത്ത് ഇളക്കാം. അതിനുശേഷം ഇത്തിരി വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം. ഒരു 3 വിസിലാവുന്നത് വരെ നമുക്ക് വേവിക്കാൻ വെക്കാം. ദേണ്ടെ നമ്മുടെ ബീഫ് വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. ചില ബീഫിന് നല്ല വേവ് ഉണ്ടായിരിക്കും, അതുകൊണ്ട് 1-2 വിസിലും കൂടി ആവാം. ഒരു പാൻ എടുത്ത് ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഇടുക. അതൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങ ഒന്ന് മൂത്തതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് ഒന്ന് മൂപ്പിക്കുക. അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത കൊച്ചുള്ളി ഇട്ട് കൊടുത്ത് വഴറ്റുക. ഉള്ളി ചെറുതായി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കുക. ഈ ഒരു പരുവം ആവും വരെ ഉള്ളി വഴറ്റുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർക്കുക. പിന്നീട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്കിട്ട് ഇളക്കി അതിലെ വെള്ളം വറ്റുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കുക. വെള്ളം വറ്റി വരുന്തോറും ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് ഇളക്കുക. ഈ ഒരു പരുവം ആകും വരെ ഇളക്കുക. ദേ നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ.